സ്വിറ്റ്സർലാൻഡിന്റെ ക്യാപിറ്റലായ ബേൺ സിറ്റി കാണാനാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. വളരെ ചാമിങ് ആയ പീസ്ഫുൾ ആയ ഒരു ഓൾ ടൗൺ അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ. യുനെസ്കോന്റെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലെ ലിസ്റ്റിലുള്ള ഒരു ടൗണും കൂടിയാണിത്. അതുകൊണ്ട് തന്നെ ഇവർ വെൽ പ്രിസർവ് ചെയ്തിട്ടാണ് ഈ ഒരു ടൗൺ വെച്ചിരിക്കുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് 13th സെഞ്ചുറി മുതലുള്ള ഈ ഒരു ആസ്ട്രോണമിക്കൽ ക്ലോക്ക് ടവർ ആണ്. അതുപോലെ തന്നെ ബേണില് ആൽബർട്ട് ഐൻസ്റ്റീൻ അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തിയറി ഡെവലപ്പ് ചെയ്ത് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് താമസിച്ചിരുന്ന വീടാണിത്. ഇപ്പോൾ ഇത് ഐൻസ്റ്റീൻ ഹൗസ് എന്നറിയപ്പെടുന്ന ഒരു മ്യൂസിയമാണ്. അതുപോലെ സ്വിറ്റ്സർലാൻഡിലെ ഏറ്റവും ടോളസ്റ്റ് കത്തീഡ്രലായ ബേൺ കത്തീഡ്രൽ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ബേണിൽ ആരെ എന്ന് പറഞ്ഞ ഒരു ടർക്കോയിസ് ബ്ലൂ കളർ റിവർ ഒഴുകുന്നുണ്ട്. ഈ റിവറിന്റെ മുകളിൽ ഫേമസ് ആയ ഒരു ബ്രിഡ്ജ് ഉണ്ട്. ഈ ബ്രിഡ്ജിൽ നിന്ന് താഴെ നോക്കിയാൽ നമുക്കൊരു ബെയർ പാർക്ക് കാണാം. ബേണിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്പോട്ടാണ് റോസ് ഗാർഡൻ. ഇതൊരു പബ്ലിക് പാർക്കാണ്. ഇവിടെ നിന്നാൽ നമുക്ക് ബേൺ സിറ്റിയുടെ നല്ലൊരു പനോറമിക് വ്യൂ കാണാം. റിലാക്സ് ചെയ്യാനും പിക്നിക് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു നല്ലൊരു സ്പോട്ടാണിത്. ആൽബർട്ട് ഐൻസ്റ്റീനോടുള്ള ഒരു ട്രൈബ്യൂട്ട് എന്നോണം യങ് ഐൻസ്റ്റീന്റെ ഒരു സ്റ്റാച്യു ഇവിടെ ഒരു ബെഞ്ചിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഈ സ്റ്റാച്യുവിന്റെ കൂടെ ഇരുന്ന് ഫോട്ടോസ് ഒക്കെ എടുക്കാം. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഏറ്റവും അവസാനം പോയത് സ്വിസ് പാർലമെന്റ് ഹൗസ് കാണാനാണ്.